മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക, ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അമ്മയടുത്ത്. അമ്മ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയുക, ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല പറ്റില്ല, അവനത് ഇടും എന്നവൻ പറഞ്ഞു. പക്ഷെ അവൻ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത്. എന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ്, അത് ഒരാഴ്ചക്ക് മുമ്പാ അവള് ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ പേവാർഡിലോട്ട് പ്രസവിച്ച് പേവാർഡിലോട്ട് ആക്കിയതിനു ശേഷം പിറ്റേന്നാണ് എന്നെ വിളിക്കുന്നവൻ. വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടുത്തെ വാർഡ് നമ്പർ എത്രയാ, വില്ലേജ് എവിടെ, ചോദിച്ചിട്ട് അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രസ്സാണ്, ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അവന്റെ വീട്, ഇതാണ് അവന്റെ വീട്. പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണ് ഉള്ളത്? എനിക്ക് വേറെ ഏത് വീടുണ്ട്? നമ്മുടെ കുടുംബം ഏതാ? ഇതാണ്. അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. അമ്മയുടെ അപ്പോഴേ വന്ന് ചോദിച്ചു, വില്ലേജും താലൂക്കും ഒക്കെ ചോദിച്ചു. അമ്മ അഡ്രസ് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആയിട്ട്, തെറ്റാതെ. അത് തന്നെയാണ് കുഞ്ഞിന്റെ അഡ്രസ്. വാർഡ് എത്ര നമ്മളെ വാർഡ് നമ്പർ അറിയത്തില്ലായിരുന്നു. അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണാണ്. പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത്. ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് റിക്കവറായി വരുന്നു. അവന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതായത് താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതില്. പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് വാടകയ്ക്ക് പോണം, അവർക്ക് റെന്റ് ഹൗസിൽ പോണം എന്നുണ്ടെങ്കിൽ അവർക്ക് പൊക്കൂടെ. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോണത്? നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് എന്താ കമന്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എങ്ങനെ ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എനിക്ക് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വിവരമില്ലാത്തരം പൊട്ടത്തരൊന്നും വിളിച്ചു പറയാണ്ട്. നമ്മള് ചെന്നിട്ടും അവൻ പറഞ്ഞില്ല. അവളെ വാർഡിലോട്ട് ഇറക്കുന്ന സമയത്തും ഞാൻ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ അപ്പോഴും കുഞ്ഞിനെ ഇറക്കിയ സമയത്ത് അവര് ബർത്ത്ഡേക്ക് കേക്ക് കെട്ടിയ സമയത്തും നമ്മൾ പുറത്തുണ്ടായിരുന്നു. അതൊന്നും ഉണ്ട്. അത് നമ്മൾ അവിടെ ചെന്ന സമയമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും ഓക്കെ, അതൊക്കെ അവരുടെ ഹാപ്പിനെസ് ആണ്. നമ്മൾ ചെല്ലുമ്പോ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്, അല്ലേ ചേ? എന്നും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്നല്ല. അവ ഇപ്പൊ വന്നു കഴിഞ്ഞാലും അതില് വേറെ പിണക്കങ്ങളും കാര്യമൊന്നുമില്ല. അവന്റെ വീട്, അവൻ എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം. ഇത്